ആൻഡ്രൂ രാജകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി അദ്ദേഹത്തിന്റെ രാജപദവികളെല്ലാം എടുത്തു കളയുന്നതിന് കാരണക്കാരിയായ വിർജീനിയ ജിഫ്രെ എന്ന വനിത കാർ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ടുകൾ. കുട്ടി പീഡകനായ ജെഫ്രി എപ്സ്റ്റീൻ അന്ന് പ്രായപൂർത്തിയാകാത്ത തന്നെ ആൻഡ്രൂ രാജകുമാറിന് കാഴ്ചവെച്ചു എന്നായിരുന്നു ഇവർ ഉന്നയിച്ച പരാതി. ഇപ്പോൾ 41 വയസ്സുള്ളവർ തന്നെയാണ് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അമിത വേഗത്തിൽ വന്ന ഒരു ബസ്സുമായി ഇവരുടെ കാർ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ വൃക്കകൾ തകരാറിലായെന്നും പരമാവധി 4 ദിവസം കൂടിയേ ജീവിക്കുകയുള്ളൂ എന്നും പറഞ്ഞ അവർ തന്റെ കുട്ടികളെ അവസാനമായി ഒന്ന് കാണണമെന്നും ഞായറാഴ്ച രാത്രി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ അഭ്യർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. യൂറോളജിയിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ തനിക്ക് വിദഗ്ധർ നൽകിയിരിക്കുന്ന 4 ദിവസം മാത്രമാണെന്നും അതിൽ പറയുന്നുണ്ട്. ഈ വർഷം ആരംഭിച്ചത് തന്നെ ഒരു മോശം വർഷമായിട്ടായിരുന്നുവെന്നും എന്നാൽ അക്കഥകളെല്ലാം പറഞ്ഞ് ആരെയും മടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ ബസ് ഓടിച്ചു വരുമ്പോൾ നമ്മൾ വളവ് തിരിയുന്നതിനായി കാറിന്റെ വേഗത കുറയ്ക്കുമ്പോൾ ആ കാർ എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നെങ്കിലും അത് തകർന്നു പോകുമെന്നും അവർ കുറിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് എവിടെ വെച്ചാണ് അപകടം ഉണ്ടായതെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അവരുടെ പിതാവ് സ്കൈ റോബർട്ട്സ് പോലും ഇവരുടെ പോസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്.